ശ്രീമന്നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുരനിഗ്രഹവും. ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. കാത്വം മൃഗക്ഷി വിഭജസ്വ സുധാമിമാം ഇതി ആരൂഢരാഗവിവശാനഭിയാചതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലബല്ലപി സുവിശ്വസിതാനദാനീ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ ആ മോഹിനി രൂപം. അതിസുന്ദരിയായ യുവതിയായ ആ മോഹിനി ഇവിടെ അസുരന്മാരുടെ അടുത്തേക്ക് പതിയെ ചെന്നു. അസുരന്മാർക്ക് എല്ലാവർക്കും ആ സുന്ദരിയിൽ ഒരു മോഹം ഉണ്ടായി. അതോടുകൂടി അവര് ആ അമൃതകലശത്തെ ചൊല്ലിയുള്ള ആ വഴക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. എല്ലാവരും മോഹിനിയെ നോക്കി മോഹിനിയോടുള്ള ഒരു താല്പര്യത്തോടു കൂടി അവിടെ ഇരുന്നു. ഇനി അവര് മോഹിനിയോട് ചോദിക്കുകയാണ്, നീ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി മൃഗാക്ഷി, മൃഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മാനാണ്, അക്ഷി കണ്ണാണ്. അപ്പൊ മാൻമിഴി, മാനിന്റെ കണ്ണുപോലെയുള്ള മിഴികളോട് കൂടിയവളെ സുന്ദരി, അല്ലയോ മാൻമിഴിയാളെ അല്ലെങ്കിൽ സുന്ദരി. കാ ത്വം, ഇവിടെ ഭവതി ആരാകുന്നു? ഇമാം, ഈ സുധാം അമൃതത്തെ വിഭജസ്വ, വേണ്ട പോലെ പകുത്ത് തന്നാലും, വിഭജിച്ച് തന്നാലും. അപ്പൊ വേഗം ഈ മോഹിനിയോട് അസുരന്മാർ പറയാണ്, ഭവതി ആരാണ്? അപ്പൊ വേഗം ഇവരെന്ത് ചെയ്തു, ഈ അമൃതത്തെ ഞങ്ങൾക്കൊന്ന് ഭാഗിച്ചു തന്നാലും എന്ന് ഈ മോഹിനിയോട് ആവശ്യപ്പെടുകയാണ്. ഇതി എന്നിങ്ങനെ അഭിയാചത, നേരിട്ട് യാചിക്കുന്നവരും അപേക്ഷിക്കുന്നവരും ആരൂഢ, വർദ്ധിച്ചു വരുന്ന, അതായത് വല്ലാത്ത രാഗവിവശാൻ, അനുരാഗത്താൽ വിവശരായവരും വലഞ്ഞവരുമായ അമോൻ, ഈ അസുരന്മാരോട്. അപ്പൊ ഇവിടെ ഈ സുന്ദരിയോട് അവർ പറയാണ്, ഞങ്ങൾക്ക് ഈ അമൃതത്തെ ഒന്ന് ഭാഗിച്ചു തരൂ. പിന്നെ ആ സുന്ദരിയോടുള്ള അനുരാഗം കൊണ്ട് ഇവിടെ വിവശരായിട്ടിരിക്കുകയാണ് ഇവര്. അങ്ങനെ ഇരിക്കുന്ന ആ അസുരന്മാരോട് ഈ മോഹിനി പറയാണ്, ദൈത്യ, അസുരന്മാരെ, മയി കഥം, മയി എന്നെ, കഥം എങ്ങനെ, നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസ്യതയെ വിശ്വസിക്കും? നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിശ്വസിക്കുന്നത്? കാരണം ഇവരിപ്പോഴല്ലേ കാണുന്നത്, ഇതിനു മുമ്പ് കണ്ടു പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിന്റെ കൂട്ടത്തിൽ പറയാണ്, കുലടാ അസ്മി, അസ്മി, ഇവിടെ ഞാൻ ഒരു കുലട, കുലടയാണല്ലോ. കുലട എന്ന് പറഞ്ഞാല് പലരെയും ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്നവൾ, ഏകപതി വ്രതം ഇല്ലാത്തവൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയണം. ഇതി എന്നിങ്ങനെ ആലപൻ അഭി, പറഞ്ഞുകൊണ്ട് തന്നെ, മൊഴിഞ്ഞുകൊണ്ട് തന്നെ, സുവിശ്വസിതാൻ, ആ അസുരന്മാരെ തന്നില് തികച്ചും വിശ്വസിച്ചവരാക്കി,
സുവിശ്വസിതാൻ തികച്ചും വിശ്വാസമുള്ളവരാക്കി അദാനി തീർത്തു. അപ്പൊ ഇവിടെ മോഹിനി അവരോട് അന്നേരം പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിശ്വസിക്കുന്നത്? ഞാനൊരു നല്ല സ്ത്രീയല്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു വിശ്വാസം അവർക്കുള്ളിൽ തരാണ്. ഇത് വെറുതെ പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ ആളെ വിശ്വസിക്കാം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചതും. അങ്ങനെ അവരെ ആ മോഹിനിയില് തികഞ്ഞ വിശ്വാസമുള്ളവരാക്കി തീർത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.